ഉണ്ടാക്കാനോ ചിത്രമാക്കാനോ ഒക്കെ കഴിയാന്ന് വെച്ചാല് അത് വലിയൊരു കഴിവ് തന്നെയാണ്. അത് മാത്രമല്ല, നന്നായി പാട്ട് പാടാനും നന്നായി ഡാൻസ് ചെയ്യാനും അതുപോലെ പ്രസംഗിക്കാനും ഒക്കെ കഴിയാന്ന് വെച്ചാല് അത് വലിയ ഒരു കഴിവാണ്. നമ്മളിൽ എല്ലാവരിലും തന്നെ ഇത്തരത്തിലുള്ള പല കഴിവുകളും ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അത് പൊതുവെട്ടിയെടുത്ത് തേച്ച് മിനുക്കി നല്ലോണം തിളങ്ങാൻ ഒരു അവസരം ഇത്തരത്തിലുള്ള വേദികളിലൂടെ ലഭിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. 2 വർഷക്കാലമായി നമ്മൾ മേളകളിലൊന്നും പങ്കെടുക്കാതെ ഓൺലൈനിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ വർഷം മുതൽ പഴയതുപോലെ മേളകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും കഴിവുകൾ നമുക്ക് വീണ്ടും പുറത്തെടുത്ത് പഴയതുപോലെ കപ്പൊക്കെ മേടിക്കാനുള്ള ഒരു അവസരം ഈ വർഷം നമുക്കുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മുന്നോടിയായി നമ്മുടെ സ്കൂൾ തലത്തില് ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയുടെ വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ തല ഉദ്ഘാടനം ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അനീഷാണ്. അനീഷിനെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിർവഹിക്കുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചിത്രകാരനും കവിയുമൊക്കെയായ ഇവിടുത്തെ കുട്ടിയാണ് അരവിന്ദ് പട്ടംകുള. അരവിന്ദിനെ ഞാൻ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സജിമാഷാണ്. മാഷയെ ഞാൻ സ്നേഹത്തോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനീഷിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദ് പട്ടംകുളം, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ HM സജിമാഷ്, മറ്റ് അധ്യാപകരെ, കുട്ടികളെ, ടീച്ചർ കൂടെ നാളെ സൂചിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ന്യൂസ് പേപ്പറുകളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. ഒരു കാർട്ടൂൺ ചിത്രം കൊണ്ട് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാകുന്ന ചിത്രരചന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇന്ന് കുട്ടികളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു മാധ്യമമായി കാർട്ടൂൺ മേഖല മാറിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ തലങ്ങൾ ഇതിനുണ്ട്. ടീച്ചറോട് നാളെ സൂചിപ്പിച്ചു, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അരവിന്ദ്. അരവിന്ദിനെ നമ്മൾ കാണുന്നത്, ഞങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ട് കവിതാ സമാഹാരത്തിന് അവാർഡ് ലഭിച്ചപ്പോഴാണ്. അത് ഞങ്ങളുടെ കലാസമിതി അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമുക്കിടയിൽ ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ, അതിലുപരി നമ്മുടെ വട്ടംകുളത്ത് തന്നെ ഒട്ടേറെ എഴുത്തുകാരും കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നവരും ഒക്കെയായി നിരവധിയായ ആളുകൾ നമ്മുടെ വട്ടംകുളത്തുണ്ട്. ഇനി നാളെ ഈ പേരുകളുടെ കൂടെ ചേർക്കപ്പെടേണ്ട പേരുകളാണ് ഇനി ഇരിക്കുന്നതിൽ പലരും. അപ്പൊ അതുകൊണ്ട് കഴിവുകൾ എന്നത് പ്രകടിപ്പിക്കാനും അതിനനുസരിച്ച് ആശയവിനിമയം നടത്താനും
ഉയർന്ന ആശയതലങ്ങളിലേക്ക് അതിനെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ഇത്തരം ക്ലബുകൾ, കലാസാഹിത്യ മേഖലയിൽ ഇടപെടലുകൾ നമുക്ക് ഗുണം ചെയ്യും. അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഇതിനപ്പുറം നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളെല്ലാം കാണാനും പഠിക്കാനും പരിചയപ്പെടാനും തയ്യാറാവണമെന്ന് മാത്രം വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അരവിന്ദ് വട്ടംകുളത്തിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞിയരങ്ങം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചതിന് ഈ സ്കൂളിന്റെ എല്ലാ അധികൃതരോടും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും എന്നെ വിളിച്ചിരുന്ന വിജയ ടീച്ചറോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അവിടെ സൂചിപ്പിച്ചു, ഇത് എന്റെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, എന്റെ ക്ലാസ് ഇതായിരുന്നു എന്റെ ക്ലാസ്, ഇവിടെയായിരുന്നു എന്റെ ക്ലാസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോ ഇവിടെ പഠിച്ചൊരു കുട്ടി, ഇവിടുന്ന് പഠിച്ച് വളർന്നൊരു കുട്ടി, ഞാൻ തന്നെ ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വരികയാണ്. ഇപ്പൊ നേരത്തെ അനീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ കഴിവുകള്, നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുണ്ടായിരിക്കും. നിങ്ങളില് പാടാൻ കഴിയുന്നവരുണ്ടായിരിക്കും, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നവരുണ്ടായിരിക്കും, നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ ഇതുപോലുള്ള ചടങ്ങുകൾ, ഇങ്ങനെയുള്ള വിദ്യാരംഗം പോലുള്ള ഇത്തരം സാഹിത്യ, സാംസ്കാരിക കലാപരിപാടികളിലെല്ലാം പങ്കെടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ കഴിവ് പരമാവധി നിങ്ങളെ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നാളെ ഇതേപോലെ, ഇപ്പൊ ഞാനിവിടെ നിന്ന് പഠിക്കുന്ന കാലത്ത് ഞാനും ഇതൊക്കെ കണ്ടതാണ്. ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും പലരും ഉദ്ഘാടനത്തിന് വരുന്നതും പല പരിപാടികളിലും ഒക്കെ ഞാൻ ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ അവിടെ നിന്ന കുട്ടിയാണ്. ഞാനാണ് ഇന്ന് ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും കഴിയും. ഭാവിയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുത്തും വരയും പാട്ടും എല്ലാം ആയിട്ട് നിങ്ങൾക്ക് വളരെ ഉള്ള ഒരു അവസരമാണ്. നിങ്ങളെല്ലാവരും അത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? എന്തായിരുന്നു? അതെ, എന്താണ് വായന ദിനം എന്നുള്ള ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? PM പണിക്കർ എന്ന് പറഞ്ഞൊരു അപ്പൂപ്പൻ, അവര് കേരളത്തില് വായനശാലകൾ, നിങ്ങൾ ലൈബ്രറിയിലൊക്കെ പോകാറില്ലേ? അപ്പൊ അതിനു വേണ്ടി വായനശാലയ്ക്ക് വേണ്ടി രൂപമെടുത്ത ഒരു അപ്പൂപ്പനാണ് PM പണിക്കർ. അപ്പൊ നിങ്ങൾ ഇവിടെ വായനശാല ഇല്ലേ, ലൈബ്രറി ഇല്ലേ? ഇവിടെ നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ കൃത്യമായി വായിക്കണം. വായിച്ചാൽ എന്താ ഗുണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് വായിച്ചാൽ ഗുണം ഉണ്ടായിരിക്കാന്ന് അറിയോ? അറിവ് ലഭിക്കും. ഉറപ്പാണ്. ഒരു മിടുക്കം പറയുമ്പോൾ അറിവ് ലഭിക്കും. നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ്. പഠിക്കാനുള്ളതിന്റെ കൂട്ടത്തിൽ പാഠപുസ്തകത്തിന് മാത്രം നമുക്ക് അറിവ് കിട്ടില്ല. നമുക്ക് പല അറിവുകളും പാഠപുസ്തകത്തിന് പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കണം കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ. അതിനാണ് നമ്മള് കഥകളും കവിതകളും ഒക്കെ വായിക്കുക. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ആളുകളുണ്ടായിരിക്കും, എഴുതുന്ന ആളുകളുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞു, അപ്പൊ ഞാൻ പാടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് മാത്രം പാടിയ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെന്ത് വേണം? ഇവിടെ വന്നിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ കവിത എഴുതി, നിങ്ങൾ പേപ്പറിൽ കവിത എഴുതിയിട്ട് നിങ്ങളെ ബാഗിൽ വെച്ചുകൊണ്ട് ആർക്കും കാണാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാവരും അത് കേൾപ്പിക്കണം, അത് വായിച്ച് കേൾപ്പിക്കണം. വരച്ചത് കഴിഞ്ഞിട്ട് കഴിയുമ്പോ ഇങ്ങനെ എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കലകളും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നിങ്ങളത് അവതരിപ്പിക്കണം. നേരത്തെ പറഞ്ഞ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പുസ്തകം വായിക്കുമ്പോൾ ഭാവന അല്ലെങ്കിൽ കൂടുതൽ കേൾക്കുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ഭാവിയിൽ വായിച്ച് നമുക്ക് മനസ്സിലാവും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ടെക്നിക്കാണ്. നിങ്ങൾ ഞാൻ പറയുമ്പോൾ കണ്ണും നടക്കണം. കണ്ണടയ്ക്കുക. നിങ്ങൾ കണ്ണടച്ചോളൂ. ഞാൻ പറയുമ്പോൾ തുറക്കാൻ പാടും കേട്ടോ. എല്ലാവരും അടച്ചു വേണം. ഞാനൊരു ജീവിയുടെ പേര് പറയുകയാണ്. എല്ലാവരും ആ ജീവിയെ കുറിച്ച്
ഏത് കളറായിരുന്നു പൂച്ച? കറുപ്പ് അല്ലേ? ഇവിടെ ഒരാളിരിക്കും, ഏത് പൂച്ചയാണ് വേണ്ടത്? മനസ്സിൽ കണ്ട പൂച്ചന് കളർ പറയും. വൈറ്റ് വെള്ള പൂച്ചനെ കണ്ട് ആയിരുന്നു വരുന്നത്, കറുത്ത പൂച്ച കഴിഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ മനസ്സിലും പൂച്ച ഉണ്ട് അല്ലേ? നമുക്ക് ശരിക്കും ഇവിടെയാണ് നമ്മളത് കാണുന്നത്, അറിയുന്നത് അല്ലേ? അത് വെച്ചാൽ അറിയാമോ? നമുക്ക് ഇവിടെ ഒരു ആദ്യം ഉണ്ടെങ്കിൽ ഒരു തോന്നിട്ട് നമുക്ക് ആ പൂച്ചയുടെ പുറത്തിടാൻ പറ്റിച്ചവിടെ എത്ര വരെ പൂച്ചകളെ കിട്ടും? മനസ്സിലായോ? അപ്പൊ ഇത്ര അധികം പൂച്ചകളെ നമ്മൾ പൂച്ച എന്നുള്ള ഒരു വാക്ക് ജീവിത പേര് പറഞ്ഞിട്ട് അത്ര അധികം നമുക്ക് പൂച്ചകളെ കാണാൻ പറ്റും. ഇതാണ് വായിക്കുന്നതിനും ഗുണം. മാത്രമല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് വേറെ പലത് ആലോചിച്ചിട്ടുണ്ടാവും. പൂച്ച ആരൊക്കെ വളർന്നിട്ടുണ്ട്? അതൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ പല അനുഭവങ്ങളും പൂച്ചയെ കുറിച്ച് തന്നെ നമുക്ക് പല അനുഭവം ഉണ്ടായിരിക്കും. പൂച്ചയെ ചിലർക്ക് വളരെ ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടമാവില്ല. പൂച്ച കട്ടെടുത്ത് കൊണ്ടുപോകുന്നത് പറയില്ലേ, അവരുണ്ട്. പൂച്ച മാർഗം കയറി പോകുന്നതല്ലേ, മരത്തിന് പോലെ കയറി പോകുന്നത്. അപ്പൊ ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പൂച്ച എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ആ പൂച്ചയെ കുറിച്ച് നമുക്ക് കവിതയാക്കി എഴുതാം, കഥയാക്കി എഴുതാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഞാനൊരു ചെറിയ ഒരു കവിത, ഒരു പാട്ട് ഒന്ന് പാടാം. നമുക്ക് അങ്ങനെ സമയം വരാൻ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നിങ്ങള് പറഞ്ഞ പോലെ പുസ്തകങ്ങളൊക്കെ വായിക്കില്ലേ? വായിച്ചിട്ട് നിങ്ങള് നന്നായി കഥകളൊക്കെ എഴുതുക, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ എഴുതുക, ഇറക്കി ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് ചെറിയൊരു പാട്ട്, വളരെ ചെറിയ പാട്ട്, 6 വരിയുള്ളൂ കേട്ടോ. പാടില്ലേ? ഒപ്പം പാടില്ലേ? ഈ പാട്ടില് വേറെ നമ്മുടെ ഒരു പാട്ടാണ് പാടുന്നത്. ആരുടെ? വേണം. ഇയാള് പാവം വേണം. അതാണ് പാട്ടിന്റെ പേര്. എന്താണ്? പാവം വേണം. ഞാൻ പറയുന്ന പോലെ തന്നെ പറയാട്ടോ. പൂക്കടക്കാരൻ വേണം, പൂക്കടക്കാരൻ വേണം, ചാക്കെടുക്കാൻ പോണം, ചാക്കൊരൽപ്പം താഴും, പൂക്കളൊക്കെ വീണു, വീണ പൂക്കൾ കാണും, വേണമെന്ന് കേളും. കേളു പറഞ്ഞെന്താ? അറിയാല്ലേ, നമ്മൾ മിടുക്കന്മാരും മിടുക്കത്തികളാണ്. കേളു പറഞ്ഞ കരഞ്ഞു. നിങ്ങൾ കാണാറില്ലേ, പൂക്കളൊക്കെ വിൽക്കുന്ന കണ്ടില്ലേ ഓണക്കാലത്തൊക്കെ? അങ്ങനെ ഒരു പൂക്കളുടെ കടയുന്ന ഒരു പൂവിന്റെ ഒരു ചാക്കെടുത്ത സമയത്ത് പൂക്കളൊക്കെ വീണ് പോയതിന്റെ ഒരു ചെറിയ സന്ദർഭം എനിക്ക് കേൾക്കാം. അപ്പൊ ഇത് എങ്ങനെയുണ്ടായി? എന്തൊക്കെ വാക്കുകളാണ്? വേണ്, പോണ്, താള്, വീണ്, കേളു. അല്ലേ? ഇങ്ങനെ താളം ഇങ്ങനെ നമ്മൾ എഴുതുമ്പോഴൊക്കെ നമ്മളെ പാലിക്കുന്നത്. അങ്ങനെ വേറെ ഒരു ചെറിയ വേറെ വഴി കൂടി പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. തായി തായി മിഠായി, പിന്നെന്താ 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 ഇല്ല. ഇത് ശ്രദ്ധിച്ചോ? തായി തായി മിഠായി, പിന്നെന്താണ്? ഇഷ്ടമായി. അപ്പൊ ഇതിന് ആയി 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 എന്നുള്ള മനസ്സിലായി അല്ലേ? അപ്പൊ അതിന് താഴെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന് ഇങ്ങനെ ഈ വേണം. അപ്പൊ ഇതിന്റെ താളം നമ്മളിങ്ങനെ കവിതയിലൊക്കെ കൊണ്ടുവരാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം കേട്ടോ. അത്ര പോലെ അത് ആരെഴുതിയതാ? അപ്പൊ വേറെ കുട്ടിയുടെ പേര് ആരെഴുതിയതാ? എഴുതിയതാണ്. അപ്പൊ ഇനി പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പൂച്ച കയറിയോ? ഇതുപോലെ വേറെ എവിടെയും കയറി വേറെ നേരത്തെ കവിതയില്ലേ? അപ്പൊ ചിത്രമല്ലോ നമ്മുടെ ജീവിത ചാട്ടായിട്ട് പോയത് കണ്ടില്ലേ? ഇത് നമുക്ക് ചിത്രങ്ങളാക്കി വരയ്ക്കാൻ പറ്റും. വരയ്ക്കാൻ ആളുകൾക്ക് ചിത്രമാക്കി വരയ്ക്കാം. അപ്പൊ ഞാന് ചിത്രം വരയ്ക്കുന്ന ആളെങ്ങനെ പറഞ്ഞില്ലേ ടീച്ചറെ? അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വരച്ച് നോക്കട്ടെ, ഒന്ന് വരച്ച് തരട്ടെ?
വെച്ചാലും നമ്മൾ അതിലൊരു ചിത്രം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആ ചിത്രം വരയ്ക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു പ്രവർത്തനം തരുന്ന ഉദ്ഘാടനമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പൂച്ചയെ കുറിച്ച് പറഞ്ഞു. പൂച്ചയെ പറ്റി നിങ്ങളൊരു കവിത എഴുതാം, അല്ലെങ്കിൽ കഥ എഴുതുന്നവര് കഥ എഴുതാം, അല്ലെങ്കിൽ പൂച്ചയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എഴുതാം, അല്ലെങ്കിൽ പൂച്ചയെ കുറിച്ച് ചിത്രം വരയ്ക്കുക. ഇത് വരച്ചിട്ട് ഇവിടെ ടീച്ചറെ എത്തിക്കണം. എത്തിക്കണോ? അടുത്ത മതി ടീച്ചർ എത്തിച്ചാൽ മതി. ഞാൻ കണ്ടുപോവാം കേട്ടോ. നമുക്ക് ശരിയല്ലേ? ഇഷ്ടമോ? വരച്ച ശരിയായോ? നാളെ വിളിക്കോ? ആ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. അങ്ങനത്തല്ലേ? അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടിയിട്ട് ഞാൻ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പരിപാടികൾ അവസാനിക്കുകയാണ്. അപ്പൊ പറഞ്ഞ പോലെ കഥകളും കവിതകളും ചിത്രങ്ങളുമായി നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ സമീപിക്കണം. നമ്മുടെ ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് സെക്രട്ടറി സജിമാഷെ ക്ഷണിക്കുന്നു. അരവിന്ദൻ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹപ്രവർത്തകരെ, സ്കൂളിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദി യൂണിറ്റ് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു വർഷക്കാലം അതിന്റെ പ്രവർത്തനം. അതിന്റെ ഭാഗമായി സ്കൂൾ തലത്തിലും അത് കഴിഞ്ഞാൽ സബ് ജില്ലാ തലത്തിലും മലപ്പുറം ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലൊക്കെ ഒരുപാട് മത്സരങ്ങൾ വരും. നിങ്ങൾക്ക് ഉത്സാഹമുണ്ടെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ട പരിശ്രമങ്ങളാവണം കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ കലയും സാഹിത്യവും പെർഫോമിംഗ് ആർട്സിന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അവസരമുണ്ട്. അതിലൊക്കെ മത്സരങ്ങൾ വരും. അതുപോലെ കഥ, കവിത, വായനാക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ ക്ലാസ്സുകളിൽ ചെയ്യുന്നതൊക്കെ വിദ്യാരംഗത്തിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം. ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, എന്താണ് എനിക്ക് താല്പര്യം? പാട്ട് പാടാനാണോ, എഴുതാനാണോ, ചിത്രം വരയ്ക്കാനാണോ? അത് നിങ്ങളുടെ ടീച്ചർമാരോട് പറയുക. അവര് അതിനുവേണ്ട പ്രോത്സാഹനം തരും. ഇപ്പോ മുക്കടക്കാരൻ വേണം പാട്ടുപാടി ചിത്രാലയങ്ങൾ കണ്ടില്ലേ? അതൊക്കെ നമുക്കും കഴിയും. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ശ്രമിച്ചു നോക്കുക. ഇനി വരുന്ന മാസങ്ങളിൽ വിദ്യാരംഗത്തിന്റെ ക്യാമ്പുകൾ ഉണ്ടാവും. അതായത് രചന, എഴുത്തിന് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ള പരിശീലനം കിട്ടും. വായന കൂട്ടായ്മകൾ ഉണ്ടാവും. അതുപോലെ ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് അതിനുള്ള പരിശീലനങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കണം. നല്ല പരിപാടികളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടണം. അതെല്ലാവർക്കും കഴിയും. എല്ലാവർക്കും ആശംസിക്കണം. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ അരവിന്ദ് വട്ടംകുളത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ പങ്കെടുത്ത നമ്മുടെ PTA പ്രസിഡന്റ്, മറ്റ് പ്രിയപ്പെട്ട കുട്ടികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും സ്കൂളിൽ നിന്ന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കും.